സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആൻസൈറ്റി, ഡിപ്രഷൻ പീക്ക് ലെവലിലായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഓൾറെഡി എനിക്കൊരു റിലേഷനിൽ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് ഞാനൊരു ചെറിയൊരു ഗ്യാപ്പിലായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് ഒന്ന് മൂവ് ഓൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഒരു മൂവ് ഓൺ ആയിട്ട് വീണ്ടും അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു പ്രശ്നം വന്നിട്ട് ഞാൻ അതിൽ നിന്നും മൂവ് ഓൺ ആയിട്ട് പ്രശ്നങ്ങളെന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ലൈഫിൽ നടക്കാൻ പറ്റുന്നതിലും ഏറ്റവും വലിയ പ്രശ്നമാണ് എൻ്റെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, സോറി. അപ്പം ഞാൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പോഴാണ് ഞാനൊന്ന് ജസ്റ്റ് ഇപ്പം ഐ തിങ്ക് 2 days 2 ദിവസമായുള്ളൂ ഞാൻ ഓക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും എൻ്റെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കണം, എൻ്റെ യൂട്യൂബ് ഓപ്പൺ ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ എല്ലാം പൊടി തട്ടി എടുത്തിട്ട് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ അപ്പം ഇത് ഡിപ്രഷൻ, ആൻസൈറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഡ്യൂട്ടിയുടെ ഇടയിലും ഡ്യൂട്ടിയുടെ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും അത് മൂവ് ഓൺ ചെയ്ത് വന്നേ പറ്റുള്ളൂ. നമ്മൾ ആ ഒരു സമയത്ത് ചിന്തിക്കുന്ന തെറ്റായ കുറേ തീരുമാനങ്ങളുണ്ട്. ഞാൻ അഫ്കോഴ്സ് ഡിപ്രഷനിലായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത രാത്രികളായിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ പറ്റാണ്ട് ഞാൻ എന്താ ചെയ്ത കിടക്കുമ്പോൾ വെറുതെ കരയുക, അങ്ങനെ വെറുതെ ഉറങ്ങാൻ പറ്റാണ്ട് എഴുന്നേറ്റ് പോയി ഹോളിലിരിക്കുക, അങ്ങനെയൊക്കെ ഒത്തിരിയായിരുന്നു. ഞാൻ എന്താ ഇങ്ങനെ ഇരുന്ന് ഞാൻ എന്താ ഇങ്ങനെയായി അറിയോ. അപ്പോൾ ആ ഒരു തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി. നമ്മുടെ ബോഡി ഫുള്ള് വീക്കായിട്ട് നമ്മൾ അതുപോലെ താഴ്ന്നു പോകും. നമ്മൾ ഡിപ്രഷനിലാണെങ്കിലും ആൻസൈറ്റിയിലാണെങ്കിലും നമ്മൾ താഴ്ന്നു പോകും. ഇപ്പം ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യണതാണ് എന്ന് പറഞ്ഞാലും ഞങ്ങൾ മനുഷ്യരൊക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി ഒക്കെ വരാറുണ്ട്. ശരീരം ഭയങ്കരമായിട്ട് വീക്കായിട്ട് വയറുവേദന, അങ്ങനെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. IVS ഒക്കെ ആയിട്ട് CT സ്കാനൊക്കെ ചെയ്തിട്ട് എല്ലാം കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്നത്. ഓക്കെ, ഈ ഡിപ്രഷൻ, ആൻസൈറ്റി സമയത്ത് ഇരുന്നപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും തുറന്ന് പറയാം എന്ന് നമ്മൾ വിചാരിക്കുന്ന ആരും നമ്മുടെ കൂടെ ആ ഒരു സമയത്ത് കാണില്ല. നമ്മളെപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. നമ്മൾ അതിൽ നിന്ന് നമ്മളെങ്ങനെയും മൂവ് ഓൺ ആവണം, എന്നാലേ നമ്മൾ വിന്നാവുള്ളൂ. അപ്പം നമ്മുടെ കൂടെ ചിലപ്പോൾ പാരൻസ് ഇല്ലായിരിക്കും. അപ്പം എല്ലാവർക്കും അറിയാം, ഏകദേശം എന്നെ അറിയാവുന്നവർക്ക് അറിയാം. ഞാനിപ്പോൾ സൗദി അറേബ്യയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്തായാലും ഇവിടെയാണ്. അപ്പം ഇവിടെ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം എന്തായാലും എനിക്ക് തുറന്ന് പറയാനായിട്ട് ആരും കാണില്ല. നമ്മളെപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. അതിനെ ഓവർകം ചെയ്യണം. ഓക്കെ, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് വരുമ്പം ഒരു സക്സസ് ഉണ്ട്. ആ ഒരു സക്സസ് നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ വിജയിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് എൻ്റെ ഡിപ്രഷനും ആൻസൈറ്റി ലെവലൊക്കെ അങ്ങ് മേളിൽ പീക്കായിട്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻഗേജ്ഡ് ആവുക എന്ന് തന്നെയാണ്. എനിക്കിപ്പം ഓഫുള്ള സമയത്താണെങ്കിൽ എനിക്കൊന്ന് ഡ്യൂട്ടിക്ക് പോയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ടും. അപ്പം എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് വന്നിട്ട് നമുക്കൊരു ഭ്രാന്ത് പിടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയും വന്നിട്ട് അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ളൊരു വ്യക്തി ഞാൻ കരയുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമ്മളിരുന്ന് കരഞ്ഞാൽ അവിടെ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. ചിലപ്പം അവർക്ക് ഡ്യൂട്ടി ഉണ്ടായിരിക്കും, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് കരയേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ ഒരാളുണ്ട് നമ്മൾ നമ്മുടെ മൈൻഡിൽ പോലും വിചാരിക്കേണ്ട. നമ്മളിപ്പം ഇങ്ങനെ ഒരാളുള്ളത് കൊണ്ട് നമ്മൾ കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ പറഞ്ഞ് തീർക്കുക. നമ്മളിപ്പം വേറൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോയാൽ പിന്നെ അവർ ചിലപ്പം നമ്മളിപ്പം ചെറിയൊരു വിഷമം പറയാനായിരിക്കും അവരുടെ അടുത്ത് പോകുന്നത്. അവർ നമ്മളെ അതിനേക്കാളും വലിയൊരു വിഷമത്തിലോട്ടാക്കും.
ഓക്കെ, അപ്പം നമ്മൾ അഫ്കോഴ്സ് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുക, എപ്പോഴും ഒറ്റയ്ക്ക് നിന്നിട്ട് അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പിരിച്വലി നമ്മൾ ഒരുപാട് ദൈവത്തിനോട് അടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ചിലപ്പം ദൈവത്തിൽ നിന്ന് അകന്നത് കൊണ്ടായിരിക്കും ദൈവം നമ്മളെ പിടിച്ച് വലിക്കുന്നത്. സോ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും, നമ്മളപ്പോൾ ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ദൈവത്തിനോട് അടുക്കും. അടുത്ത കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തളർത്താൻ വേണ്ടിയിട്ട് തന്നെ നമ്മളിപ്പം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴേ ആ ഒരു അതേ അവസ്ഥ തന്നെ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് കാണുമ്പോൾ നമുക്ക് വീണ്ടും അങ്ങ് ഫ്രസ്ട്രേഷൻ. സോഷ്യൽ മീഡിയ ഞാൻ തുറന്നാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും എൻ്റെ ഒരു ലൈഫിൽ വന്ന അനുഭവം തന്നെയായിരിക്കും. ഇങ്ങനെ കോട്സായിട്ടും കരയുന്നതും അതും ഇതും ഇതൊക്കെ വരണം. അപ്പം നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് വീണ്ടും അതിനോട് തന്നെ ഇതാവും. ഓക്കെ, അതിനോട് വീണ്ടും കരഞ്ഞ് ഇരിക്കാനും നേരം കാണുള്ളൂ. അടുത്തത് എനിക്ക് നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് വീക്കാവും. നമുക്ക് ഫുഡ് കഴിക്കാനേ തോന്നില്ല. 24 hours നമ്മൾ ഫുഡ് കഴിക്കാനേ തോന്നില്ല. ഫുഡിനോട് തന്നെ ഭയങ്കര വെറുപ്പായിരിക്കും. സോ ആ ഒരു ഇത് ഞാൻ 24 hours ഞാൻ ഒന്നും കഴിക്കാണ്ട് വെള്ളം മാത്രം കുടിച്ച് ജീവിച്ച കുറച്ച് സമയം കണ്ടിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഞാനിപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന പോലെ ഉണ്ട്. സോറി, അത് മോട്ടിവേഷൻ ക്ലാസ് അല്ല. ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ദിസ് ഇസ് നോട്ട് എ മോട്ടിവേഷൻ ക്ലാസ്. ഓക്കെ, ഇത് മോട്ടിവേഷൻ ക്ലാസ് ഒന്നുമല്ല. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തോട് ഇറങ്ങി നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. സോ നമുക്ക് ആ ഒരു ഇതും ഉണ്ടാവും. അപ്പം നമ്മൾ അതിനെ ഓവർകം ചെയ്യണം. നമ്മുടെ മനസ്സിലെ ഉള്ളിലെ വിഷമങ്ങൾ ഇങ്ങനെ കട്ടിച്ചിറക്കി വെച്ചിട്ട് നമ്മൾ പേഷ്യൻ്റ് സൈഡിൽ പോകുമ്പോൾ ഹായ് മാമ എന്ന് വെച്ചാൽ അവരോട് നമ്മൾ സംസാരിക്കണം ചിരിച്ചോണ്ട്. ആ ഒരു സിറ്റുവേഷൻ അതിനൊക്കെ ഓവർകം ചെയ്ത് വരുന്നതെങ്കിൽ ഞാൻ എന്തൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ലൈഫിൽ വിജയിക്കാൻ നോക്കണം. അപ്പം നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് വീക്കായിപ്പോകും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈറ്റമിൻസ് ടാബ്ലറ്റ്സ് കഴിക്കണം. വൈറ്റമിൻ D3, വൈറ്റമിൻ C ടാബ്ലറ്റ് എടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഐ തിങ്ക് താങ്ക്സ് ടു ഗോഡ് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കൂടുതൽ സ്ട്രോങ് ആവാൻ സാധിച്ചു. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കൂടുതൽ ഓവർകം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒത്തിരി എൻ്റെ ലൈഫിൽ വിൻ ചെയ്തതുപോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ. ചിലപ്പം കൂടുതൽ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്തതായിരിക്കാം. ഓക്കെ. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഈ ഒരു ആൻസൈറ്റി ലെവലിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഡിസ്നി മൂവീസ് കാണാൻ നോക്കുക. അതെന്ന് പറയുമ്പോൾ ഫുള്ള് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. ഞാനും കൂടുതലും അത് തന്നെ കാണാൻ ശ്രമിച്ചിട്ടുള്ളതും. നമ്മുടെ സിനിമ കാണണം, കോമഡി സിനിമകൾ. കൂടുതൽ നമ്മൾ ഇംഗ്ലീഷ് സിനിമ കാണാൻ നോക്കുക. അപ്പം നമുക്ക് 2 ഗുണമുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും, കൂടെ തന്നെ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും. ഇംഗ്ലീഷ് സിനിമകളിൽ കൂടുതലുമല്ല, ഈ ഡിസ്നീസ് സിനിമകളിലെ അങ്ങനത്തെ ഫിലിംസിലൊക്കെ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് അവർ വിൻ ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ളത്. കുറേ നഷ്ടപ്പെടലുണ്ടെങ്കിൽ പോലും അവരെങ്ങനെയൊക്കെയോ ഇത് ചെയ്ത് വിന്നാവുന്നു. ലാസ്റ്റ് ഒരു ഹാപ്പി മൂമെൻ്റ് ആണ് ലാസ്റ്റ് അവർ തരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ കാണാൻ ശ്രമിക്കുക. പിന്നെ അതൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം എൻ്റെ ഈ ആൻസൈറ്റിയുടെ ഈ ഒരു ഡിപ്രഷനും എല്ലാം കഴിഞ്ഞു, ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ആൻസൈറ്റി ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മൂവ് ആവും. നമ്മൾ ആർക്കും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക. നമുക്ക് വേണ്ടത് നമ്മൾ വാങ്ങിച്ച് കഴിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ചെയ്യുക. നമുക്ക് പുറത്തു പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോവുക. അപ്പോൾ നിങ്ങൾ അതുപോലെയൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.